ഹലോ ഗെയ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഗോൾഡ് എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇന്ന് ഇറങ്ങിയ സമയം അത്ര നല്ലതല്ലെന്ന് തോന്നുന്നുണ്ട്. ഭയങ്കര ബ്ലോക്കായിരുന്നു. എന്തായാലും നല്ല പണിയാണ് കേട്ടോ കിട്ടിയത്. നട്ടുച്ചയ്ക്ക് റോഡിൽ വന്ന് കിടക്കുകയാണ്. ഒരു 2 വീലറിന് പോലും പാസ് ചെയ്തു പോകാൻ പറ്റാത്തത്രയും ബ്ലോക്കായിരുന്നു. ട്രിവാൻഡ്രം പോകാനായിട്ട് ഈ കൊട്ടിയം വഴി പാസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ മേവർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊന്ന് കിടക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ടിറങ്ങിയത് കാര്യമായി. കാരണം എവിടെ ഇപ്പോൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് എവിടെ ഇറങ്ങി ഒരു വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ നമ്മൾ ആറ്റിങ്ങിലുള്ള അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ലൈറ്റ് വെയിറ്റ് ഒക്കെ കിട്ടുന്നൊരു കടയാണ് കേട്ടോ. പേരൊന്നും ഞാൻ പറയുന്നില്ല. വെഡ്ഡിങ് പർച്ചേസിനാണ് ചെന്നെന്ന് പറഞ്ഞപ്പോഴേ കുറേ നഗാസിൻ്റെ കളക്ഷനിങ് എടുത്തു വെച്ചു കേട്ടോ. എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്, അതേപോലെ നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് നല്ല ലൈറ്റ് വെയിറ്റ് ഉള്ള സാധനങ്ങളുണ്ട്. ഞാനും അച്ഛനും ഒക്കെ അമ്മയും കൂടാണ് പോയത്. ചെന്നുടനെ ഞങ്ങൾക്ക് 4 പേർക്കും കോഫിയൊക്കെ തന്ന് നല്ല റിലാക്സ് ആയിട്ടിരുന്ന് എല്ലാം നോക്കാനായിട്ട് എല്ലായിടത്തും വെച്ച് തന്നു. നമ്മൾ ഓൾറെഡി ഒരു 4 മാസം മുമ്പ് ഇവിടെ വന്ന് ഗോൾഡ് അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ റേറ്റിനാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ വെഡ്ഡിങ് പർച്ചേസിനൊക്കെ പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ നഗാസിൻ്റെ കളക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ നോർമൽ റേറ്റിനേക്കായി മേക്കിംഗ് ചാർജ് ഭയങ്കര കൂടുതലായിരിക്കും. ഈ ഗ്രീൻ സ്റ്റോൺസിനോടും പേൾസിനോടും ഒക്കെ ഭയങ്കര ഒബ്സസ്ഡ് ആയതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ നോട്ടം പോകുന്നതേ അങ്ങോട്ട് തന്നെയായിരുന്നു. ഈ കേരള മോഡലും ചെട്ടിനാട് മോഡലും കൂടെ മിക്സ് ചെയ്ത് വാങ്ങിക്കുമ്പോഴത്തേന് അത് നമ്മൾ ഇടുമ്പോഴത്തേന് അത്ര ഭംഗി വരാറില്ല കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇതിൻ്റെ രണ്ടിൻ്റെ ടോൺ ഡിഫറൻസ് കാരണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേന് ഒരേ കളർ ടോണിലുള്ളത് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇടുമ്പോഴത്തേനും അത്ര ഭംഗി ഉണ്ടായിരിക്കും. പിന്നെ ഈ ഗോൾഡ് പർച്ചേസിംഗ് എന്ന് പറയുമ്പോഴത്തേന് അത്യാവശ്യം നല്ല മെനക്കെട്ട പണിയാണ് കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡിസൈൻ കിട്ടണം. അതിലേറ്റവും ഉപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഒരുപാട് കൂടാനും പാടില്ല. അങ്ങനെ ഒരുപാട് നേരത്തെ തിരച്ചിലിന് ശേഷം നമ്മളൊരു നെക്ലസും പിന്നെ ഒരു ഹാരവുമാണ് സെലക്ട് ചെയ്തത്. മിനിമലാക്കാനാണ് നമ്മളെ ഉദ്ദേശവും, ഒരുപാട് അങ്ങ് ഹെവി ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് കഴിഞ്ഞ് നേരെ നമ്മളെ കമ്മൽ സെക്ഷനിലേക്കാണ് കേട്ടോ വന്നത്. അതെല്ലാം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കേട്ടോ സാധനങ്ങൾ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഭയങ്കര ഹെവി ആയിട്ടുള്ള ജിംകാസൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അങ്ങനെ അങ്ങോട്ട് യൂസ് ചെയ്യില്ല. അതുകൊണ്ട് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കമ്മലുകൾ എടുക്കാനാണ് ഉദ്ദേശിച്ചത്. പിന്നെ കുറേ ചെറിയ നെക്ലസ്സുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. ഇതെല്ലാം ഒരു 4 ഗ്രാം 6 ഗ്രാം ആ ഒരു റേഞ്ചിലാണ്. നമുക്കല്ലാതെ എവിടെയെങ്കിലും സിമ്പിൾ യൂസിനൊക്കെ പറ്റിയതാണ്. ഈ കല്യാണ പർച്ചേസിനൊക്കെ വരുന്നവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇത്. കാരണം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസിനോ അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ നെക്ലസ്സുകളായിരിക്കും. ഇതെല്ലാം തന്നെ 1 പവനകത്തുള്ള കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെയുള്ള ഒരുപാട് നെക്ലസ്സുകൾ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. പണ്ടൊക്കെ നമ്മൾ ഗോൾഡ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഗോൾഡിനെല്ലാം ഒരേ കളറായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ചെട്ടിനാടിനും നഗാസിനും എല്ലാം വേറെ വേറെ ഷെയ്ഡുകളാണ്. പിന്നെ പോരാത്തതിന് കോപ്പർ ഷെയ്ഡിലുള്ള ടൈപ്പ് ഗോൾഡുകൾ വരെ ഇപ്പോഴുണ്ട്. ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന 2 മാലകൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചായിരുന്നു. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ യാതൊരു മതിപ്പും തോന്നാത്തതുകൊണ്ട് അതെടുക്കാൻ എന്തായാലും അമ്മ സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ എല്ലാ ഗോൾഡും നമ്മൾ ഒരിടത്തുനിന്ന് തന്നെയല്ല എടുക്കുന്നത്. ബാക്കി ചെക്കൻ്റെ മാലയും പിന്നെ കുറച്ച് കമ്മലും അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ നമ്മൾ വേറെ ജ്വല്ലറിയിൽ നിന്നാണ് എടുക്കാൻ തീരുമാനിച്ചേക്കുന്നത്. മോതിരം നമുക്ക് ഒരെണ്ണം പോലും ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, അത്യാവശ്യം നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അക്കുന് ഭയങ്കര ചെറിയ വിരലായതുകൊണ്ട് തന്നെ മോതിരം കെട്ടാനായിട്ട് ഭയങ്കര പാടാണ്. ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു മോതിരം തന്നെ പണ്ട് +2 പഠിച്ചപ്പോഴത്തേന് പണിയിപ്പിച്ചെടുത്ത മോതിരമാണ്. പിന്നെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റബിൾ റിങ് വാങ്ങിക്കുക എന്നുള്ളതാണ്. പക്ഷേ അഡ്ജസ്റ്റബിൾ റിങ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഡെയിലി യൂസിന് ഭയങ്കര ബുദ്ധിമുട്ടാണത്. അതുകൊണ്ട് തന്നെ മോതിരവും കമ്മലും പിന്നെ ചെക്കനുള്ള മാലയെല്ലാം നമ്മൾ വേറെ ജ്വല്ലറിയിൽ നിന്ന് എടുക്കാൻ തീരുമാനിച്ചു കേട്ടോ. പിന്നെ ബില്ലടിച്ച് വരാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ലാസ്റ്റ് കസ്റ്റമേഴ്സ് ഞങ്ങളായിരുന്നു. കട അടയ്ക്കാറാവുന്നവരെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത ഒരേ ഒരു ഫാമിലി ഞങ്ങൾ മാത്രമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ വെഡ്ഡിങ് പർച്ചേസിനായിട്ട് അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനും അവരൊരു റിങ് സമ്മാനമായിട്ട് നൽകുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ വേറെ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ ഗോൾഡ് നമ്മൾ കൈ കരുതേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ ലോക്കർ സൗകര്യമുണ്ട്. നമുക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ കല്യാണത്തിന് ഒരാഴ്ച മുമ്പൊക്കെ വന്നിട്ട് നമുക്ക് അവിടെ നിന്ന് എടുത്താൽ മതി. അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ഓൾറെഡി ഞങ്ങൾ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് രാത്രി ആയിട്ടുണ്ടായിരുന്നു. രാത്രി ഈ വണ്ടിയിൽ ഇത്രയും ഗോൾഡ് വെച്ചുകൊണ്ട് പോകുന്നത് അത്യാവശ്യം ഇച്ചിരി റിസ്ക് ഉള്ള കാര്യം തന്നെയാണ്. പിന്നെ ഈ കല്യാണം തിരക്കുകളിടയ്ക്ക് ഈ ഗോൾഡ് വീട്ടിൽ വെച്ചേക്കുന്നത് ഒട്ടും സേഫ് അല്ലാത്തൊരു കാര്യം. അത്യാവശ്യം നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പരിപാടി തന്നെയായിരുന്നു കേട്ടോ ഇത്. അവിടെ ഇരുന്നപ്പോഴത്തേന് വലിയ വിശപ്പൊന്നും തോന്നിയില്ലേലും അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേന് നല്ല കിടിലം വിശപ്പായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് അറേബ്യൻ സീ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയത്. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം നമ്മൾ ട്രിവാൻഡ്രത്ത് പോയിട്ട് വന്നപ്പോഴത്തേന് ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്. അന്ന് നമുക്ക് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കടയിൽ ഭയങ്കര തിരക്കായിരിക്കും. എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും ഒരേ തിരക്കുണ്ടായിരിക്കും. പക്ഷേ അന്ന് നമ്മളൊരു ഷവായി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ എല്ലാവരും ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളൊരു അൽഫാം മന്തിയും പിന്നെ കുറച്ച് ചപ്പാത്തിയും ഗ്രേവിയുമാണ് പറഞ്ഞത്. പിന്നെ വിശന്ന് കുടൽ കത്തിരിക്കുന്നതുകൊണ്ട് തന്നെ വേറെ ഒന്നും സംസാരിക്കാൻ സമയമില്ലായിരുന്നു. നല്ല മാക്കം ഇരുന്നങ്ങ് അടിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ജ്വല്ലറിയിൽ ഇത്രയും നേരം ഒന്ന് പർച്ചേസ് ചെയ്യുമ്പോഴത്തേന് ഒരു 2-3 കോഫിയൊക്കെ ഈ ജ്വല്ലറിക്കാർക്ക് തരായിരുന്നു അല്ലേ. ഗോൾഡ് നോക്കുന്നതിനിടയ്ക്ക് എന്തായാലും നമ്മൾ എങ്ങോട്ടും പോയി ഒന്നും കഴിക്കത്തില്ല.
എന്തായാലും ഇവിടെ കയറിയത് വെറുതെ ആയില്ല കേട്ടോ. നല്ല കിടിലൻ ഫുഡായിരുന്നു. എല്ലാവരും നല്ല ആസ്വദിച്ചാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ എപ്പോൾ നമ്മൾ യാത്ര പോയി കഴിഞ്ഞാലും ഒരു പരീക്ഷണത്തിൽ നിൽക്കാതെ നമ്മൾ എപ്പോഴെങ്കിലും കയറിയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളിൽ തന്നെ കയറുന്നതായിരിക്കും നല്ലത്. എനിക്കിങ്ങനെ ഒരുപാട് പണി കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് എന്തെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യും. ആ വന്നതിനകത്ത് അത് മാത്രം കൊള്ളില്ലായിരിക്കും, ബാക്കി എല്ലാം നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്കൊന്നും നിൽക്കാറില്ല കേട്ടോ. പിന്നെ അടുത്തം കാണാൻ പോവുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും വെറൈറ്റി പിടിക്കാൻ പോകത്തുള്ളൂ. രാവിലെ ഈ വഴി ഒന്ന് പാസ് ചെയ്യാനായിട്ട് എന്തൊരു ബ്ലോക്കായിരുന്നു. എത്ര നേരം കിടന്നിട്ടാണ് നമ്മളൊന്ന് പാസ് ചെയ്തത്. പിന്നെ എന്നെ കൊണ്ടുപോകാനായിട്ടുള്ള ആൾ വന്നിട്ടുണ്ട്. ചേട്ടനവിടെ കുട്ടിയത് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ പോയ വിശേഷങ്ങളെല്ലാം പറഞ്ഞു തീർത്തിട്ട് എന്നെ അവിടെ ഇറങ്ങി. പിന്നെ ഗോൾഡ് തന്നെ ഫുൾ എടുത്ത് തീർന്നിട്ടില്ലായിരുന്നു കേട്ടോ. ബാക്കിയൊക്കെ ഇനി കൊല്ലത്തങ്ങനെ പോയി എടുക്കാമെന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. ഇനി അവിടെയും കൂടെ പോയെന്ന് പരതണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.